Welcome to BSc Main Physics, Paper 2, Nuclear and Particle Physics, Semester 6, Paper number 2, Nuclear and Particle Physics, BSc Main Physics. Today the topic is Alpha Disintegration Energy, class number 18. Alpha Disintegration Energy. So in the last class, we have seen the definition of alpha disintegration energy Q, and Q is equal to K of alpha particle and also the K of daughter nucleus. Sum of the K of alpha particle and daughter nucleus is called alpha disintegration energy, and if you find an expression for alpha disintegration energy, we get Q is equal to E alpha into A by A minus 4. E alpha is the kinetic energy of alpha particle. A is the mass number of parent nucleus. അപ്പോൾ ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് Q ഈക്വൽ ഇ ആൽഫ ഇൻറ്റു എ ബൈ എ മൈനസ് 4 എന്നാണ്. ഇ ആൽഫ എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയാണ്. എ പേരൻറ്റിൻ്റെ മാസ് നമ്പറാണ്. അപ്പോൾ ഡെഫിനിഷൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ബൈ ഡെഫിനിഷൻ ആൽഫ പാർട്ടിക്കിൾ ഡിസിൻറ്റഗ്രേഷൻ എനർജി ഈസ് ഗിവൺ ബൈ Q ഈസ് ഈക്വൽ ടു K ഓഫ് ആൽഫ പാർട്ടിക്കിൾ പ്ലസ് K ഓഫ് ഡോട്ടർ ന്യൂക്ലിയസ്. That we can write as Q is E alpha plus ED. ED means E daughter, where E alpha is the kinetic energy of alpha particle and ED is the kinetic energy of daughter nucleus. Kinetic energy of daughter nucleus. Daughter nucleus. Nucleus in the spelling is complete. That is Q is equal to half m v square, half small m small v square plus half m2 v2 square, where small m is the mass of alpha particle, v is velocity, capital M2 is mass of daughter nucleus, capital V2 its velocity. Required velocity, the kinetic energy at the Q value is K of alpha particle, K of daughter nucleus plus the first term is K of alpha particle, the second term is K of daughter nucleus. By linear momentum conservation, we can write 0 is mv plus m2 minus v2. അതായത് മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യുമ്പോഴേ റേഡിയോ ആക്ടിവിറ്റിക്ക് മുമ്പ് ആൽഫ പാർട്ടിക്കിളും ഡോട്ടർ ന്യൂക്ലിയസും ഒരുമിച്ച് പേരൻ്റായിട്ടിരിക്കുകയാണ്, ആറ്റമായിട്ടിരിക്കുകയാണ്. അത് പോകുമ്പോഴാണ് ഇവിടെ മൊമെൻറ്റം കൺസർവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ഒരുമിച്ചിരിക്കുമ്പോൾ അതിന് ഇനിഷ്യൽ മൊമെൻറ്റം 0. സ്പ്ലിറ്റ് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ആൽഫ പുറത്തേക്ക് പോകുമ്പോൾ ഡോട്ടർ ന്യൂക്ലിയസ് റിക്കോയിൽ ചെയ്യും. അപ്പോൾ മൊമെൻറ്റം നമുക്ക് പറയാൻ പറ്റും എം വി പ്ലസ് m2 ഇൻറ്റു മൈനസ് v2. മൈനസ് v2 ക്യാപിറ്റൽ v2 ആണ് കേട്ടോ. അപ്പം മൈനസ് സൈൻ കാണിക്കുന്നത് ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ വെലോസിറ്റി റിക്കോയിൽ വെലോസിറ്റിയാണ്, തിരിച്ചാണ്. ആൽഫ പോകുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ റിക്കോയിൽ ന്യൂക്ലിയസ് ഡോട്ടർ ന്യൂക്ലിയസ് റിക്കോയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൈനസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ക്യാപിറ്റൽ v2 കണ്ടുപിടിക്കുകയാണ്. m2 v2 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ പ്ലസ് ആകും. m2 v2, capital V2 is small mv, that is v2, mv by m2. ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം. നമ്മൾ ആ ക്യൂവിൻ്റെ ഡെഫിനിഷനകത്ത് കൊടുക്കണം, തൊട്ട് മുകളിൽ, അതായത് കഴിഞ്ഞ സ്ലൈഡിൽ. Q is half mv square plus half m2 into small mv by m2 the square. ആ സെക്കൻഡ് ടേം ഒന്ന് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് Q is half mv square into m2 1 plus m2 small m by m2 square. ഒരു m2 ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കി കിട്ടുന്നത് ഹാഫ് mv square plus 1 plus m by m2. That is Q is E alpha into m2 plus m by m2. m2 plus m by m2 എന്ന് വരും. That is Q is E alpha m by m2, where m is m2 plus small m. അതായത് ഈ ഒറിജിനൽ അറ്റോമിക് ന്യൂക്ലിയസ് പേരൻറ്റിൻ്റെ മാസ് ഡോട്ടറിൻ്റെയും ആൽഫയുടെ മാസ് കൂടിയതാണല്ലോ, അതാണ് ഇവിടെ എഴുതുന്നത്. ക്യാപിറ്റൽ M is m2 plus m, where which is the mass of parent nucleus.
but the mass of nucleus is proportional to mass number. ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് അതിൻ്റെ മാസ് നമ്പറിന് പ്രപ്പോർഷണലാണ്. അപ്പോൾ ക്യാപിറ്റൽ എം, അതായത് പേരൻറ്റിൻ്റെ മാസ്. പേരൻ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ടറും പിന്നെ ആൽഫ പാർട്ടിക്കിളും കൂടിച്ചേർന്ന്, ഡോട്ടറും ആൽഫ പാർട്ടിക്കിളും കൂടിച്ചേർന്നാണ് പേരൻ്റ്, അതിൻ്റെ മാസ്. ആ ഒറിജിനൽ മാസ് നമ്പർ പ്രപ്പോർഷണലാണ്. എം പ്രപ്പോർഷണൽ ടു എ, ഡോട്ടറിൻ്റെത് M2 പ്രപ്പോർഷണൽ ടു A-4. ഇപ്പോൾ M/M2 കണ്ടാൽ നമുക്ക് കിട്ടുന്നത് ഡിവൈഡ് ചെയ്താൽ മതി, A/A-4. അത് ആ മുകളിൽ ടോപ്പിൽ കാണുന്നില്ലേ, ഈ സൈഡിൻ്റെ ടോപ്പിൽ അതിനകത്തേക്ക് കൊടുക്കണം. ഇപ്പോൾ Q ഈസ് ഈ ആൽഫ പ്രപ്പോർഷണാലിറ്റി ആൽ കൊടുക്കുമ്പോൾ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വെട്ടിപ്പോകുമല്ലോ. അപ്പോൾ Q ഈസ് ഈ ആൽഫ ഇൻറ്റു A/A-4. ദാറ്റ് ഈസ് ദി ആൽഫ ഡീകേ എനർജി ഓർ ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി. ഡിസിൻറ്റഗ്രേഷൻ എന്ന വാക്കിന് പകരം പറയാവുന്ന വാക്കാണ് ഡീകേ. ദാറ്റ് ഈസ് Q പ്രപ്പോർഷണൽ ഈ ആൽഫ. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് പറയാൻ പറ്റും Q പ്രപ്പോർഷണൽ ഈ ആൽഫ. ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിക്ക് പ്രപ്പോർഷണലാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ആൽഫ ഡീകേ, ഗീവ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ മുകളിൽ കാണുന്ന ഈ 2 ഫീച്ചറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓവർടി ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ഡിസിൻറ്റഗ്രേഷൻ എനർജി ഓഫ് ആൽഫ ഡീകേ ഇൻ ടേംസ് ഓഫ് മാസ് നമ്പർ ഓഫ് പേരൻറ്റ് ആൻഡ് ഡോട്ടർ ന്യൂക്ലിയസ്. പേരൻറ്റിൻ്റെ മാസ് നമ്പർ A ആണ്, ഡോട്ടറിൻ്റെത് A-4 ആണ്. ഈ ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം, ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി കാണുന്നൊരു പ്രോബ്ലം. പൊളോണിയം 212 emits an alpha particle whose kinetic energy is 10.54 MeV. Determine the alpha disintegration energy. Polonium 212 emits alpha particle whose kinetic energy is 10.54 MeV. Determine the alpha disintegration energy. We directly apply the formula alpha disintegration energy Q is equal to E alpha into A/A-4. Q is 10.54 into 212 by 212 - 4, 10.54 into 212 by 208 is equal to 10.743 MeV. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരുള്ളൂ, നോക്കുക, ചെറിയൊരു ചേഞ്ച് മാത്രം. 10.54 നിന്ന് 10.743 ആയിട്ട് മാറും, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതാണ് Q, ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി ഈ പ്രോബ്ലത്തിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ലോയാണ്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജൈജർ-നട്ടൽ ലോ എന്ന് പറയും. ജൈജർ-നട്ടൽ ലോ ഈ ആൽഫ പാർട്ടിക്കിളെ റേഞ്ച് കണ്ടുപിടിക്കുന്നതാണ്. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താൽ അത് എത്ര അകലം വരെ സഞ്ചരിക്കാം, അതിൻ്റെ അയനൈസിങ് പവറൊക്കെ നഷ്ടപ്പെടുന്നതിന്, അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നതിന് ഉള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കാം. അപ്പോൾ ഒരു കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴേ, ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് ആൽഫ എമിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ അതിൻ്റെ അയനൈസിങ് പവറും ഫോട്ടോഗ്രാഫി എഫക്റ്റും ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ എത്ര ദൂരം വരെ ആൽഫ പാർട്ടിക്കിൾ അതിൻ്റെ പ്രോപ്പർട്ടി കീപ്പ് ചെയ്ത് പോകാൻ സാധിക്കും, അതിനെ വിളിക്കുന്ന റേഞ്ച്. ആ ദൂരത്തെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അതിന് ഒരു ലോ ഉണ്ട്, ആ ലോയെ വിളിക്കുന്ന പേരാണ് ജൈജർ-നട്ടൽ ലോ. ജൈജർ-നട്ടൽ ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. The range R of the alpha particle and the disintegration constant lambda of the radioactive element that emits it are related as log lambda to the base 10. കോമൺ ലോ ഇതിലാണ് പറയുന്നത്. log lambda to the base 10 is A plus B log R to the base 10. log lambda is equal to A plus B log R, അങ്ങനെ പഠിച്ചാലും മതി. കോമൺ ലോ ഇതിലാണ് എക്സ്പ്രഷൻ. ഇപ്പോൾ ബേസ് 10 ആണ്. ഇക്വേഷൻ നമ്പർ 1, ലാംഡയാണ് ഡികെ കോൺസ്റ്റൻറ്റ്, R ആണ് റേഞ്ച് ഓഫ് ആൽഫ പാർട്ടിക്കിൾ, A, B രണ്ട് കോൺസ്റ്റൻറ്റുകളാണ്. ഇക്വേഷൻ നമ്പർ 1, വേർ A and B are constants. This relation is known as ജൈജർ-നട്ടൽ ലോ. ഈ ലോഗ് ലാംഡ ഇസ് ഈക്വൽ ടു A plus B ലോഗ് R, അതിനെ വിളിക്കുന്ന പേരാണ് ജൈജർ-നട്ടൽ ലോ. ഈ ജൈജർ-നട്ടൽ ലോയ്ക്ക് പകരം ഇപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ റേഞ്ചിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ പറയാം നമ്മൾ.
ഈ റേഞ്ച് പോലെ തന്നെ പ്രധാനപ്പെട്ട ടൈമാണ് അതിൻ്റെ എനർജി. കാരണം എനർജി ഉണ്ടെങ്കിൽ റേഞ്ച് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ റേഞ്ച് കൂടുതലാണെങ്കിൽ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ എനർജിയെ സംബന്ധിച്ച് മറ്റൊരു ലോ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഗാമോസ് റിലേഷൻ. ഗാമോവാണ് ആൽഫ ഡി കെ കാര്യമായിട്ട് പഠിച്ചത്. അപ്പോൾ ഗാമോസ് റിലേഷൻ അടുത്തത്, അത് എനർജി ടൈമിലാണ് ഗാമോസ് റിലേഷൻ പറയുന്നത്. ജൈജർ-നട്ടൽ ലോ ഈസ് ഓൺലി അപ്രോക്സിമേറ്റ്. ഇപ്പോൾ റേഞ്ചിനെ കുറിച്ച് പറയുന്ന ജൈജർ-നട്ടൽ ലോ ഒരു അപ്രോക്സിമേറ്റ് ലോയാണ്, ഏകദേശം കൃത്യമായിട്ട് വരുന്ന ലോയാണ്. എ മോർ കറക്റ്റ് ലോ വാസ് ഗിവൺ ബൈ ഗാമോ. ഗാമോവാണ് കുറച്ചുകൂടി ശരിക്കുള്ള ലോ പറഞ്ഞത്. ഗാമോവിൻ്റെ ആ സ്പെല്ലിങ് ഡബ്ല്യു ആണ്, അവസാനം ഡി അല്ല ഡബ്ല്യു ആണ്. ഗാമോസ് റിലേഷൻ ഈസ് ജോർജ് ഗാമോ. അപ്പം അതിൻ്റെ സ്പെല്ലിങ് നോക്കിക്കുന്നത് GMOW ആണ്. ഡബ്ല്യു ആണെൻ്റെ ഓർമ്മ, നിങ്ങൾക്കൊരു ടെസ്റ്റ് വേണം നോക്കാവുന്നതാണ്. അപ്പോൾ ഗാമോസ് റിലേഷൻ ഈസ് log lambda is C plus D E raised to minus 1/2, where E is the energy of alpha particles, C and D are constants. The range of alpha particle depends on its energy. Energy depend ചെയ്യും. അപ്പോൾ എന്താണ് ഗാമോസ് റിലേഷൻ? ലാംഡ is C plus D E raised to minus 1/2. ഈ ആണ് എനർജി. സിഗ്നിഫിക്കൻസ് ഓഫ് ജൈജർ-നട്ടൽ ലോ. ജൈജർ-നട്ടൽ ലോയുടെ പ്രാധാന്യം. സിഗ്നിഫിക്കൻസ് ഓഫ് ജൈജർ-നട്ടൽ ലോ, ആ തലക്കെട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ജൈജർ-നട്ടൽ ലോ ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ലാംഡ ആൻഡ് ഹെൻസ് ഹാഫ് ലൈഫ് ഓഫ് പ്രോഡക്ട്സ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ വിച്ച് കുഡ് നോട്ട് ബി അതർവൈസ് ഡിറ്റർമിൻഡ്. മറ്റു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില എലമെൻറ്റ്, അതിൻ്റെ ഡിക്കേ കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഹാഫ് ലൈഫ് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിക്കേ കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടിയാണ് ഈ ജൈജർ-നട്ടൽ ലോ ഉപയോഗിക്കുന്നത്. മറ്റു രീതിയിൽ നമുക്ക് വേറെ റേഞ്ച് അല്ലാതെ വേറെ രീതിയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസിലാണ് ഈ ജൈജർ-നട്ടൽ ലോ ഉപയോഗിച്ച് റേഞ്ച് കളന്നിട്ട് നമ്മൾ ഡിക്കേ കോൺസ്റ്റൻറ്റും അതിലൂടെ ഹാഫ് ലൈഫും ഡിറ്റർമിൻ ചെയ്യുക. ഓൾസോ ദിസ് ലോ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ചെക്ക് ഓൺ ദി വാലിഡിറ്റി ഓഫ് എനി തിയറി ഓഫ് ആൽഫ ഡി കെയുമായിട്ട് ബന്ധപ്പെട്ട ഏത് തിയറിയും അത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ജൈജർ-നട്ടൽ ലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ജൈജർ-നട്ടൽ ലോ, ഗീവ് its significance and state Gamo's relation. Gamo, GAMOW, state Gamo's relation. That is all with your 18th lecture on nuclear and particle physics. Thank you very much.